ഭയങ്കരം തന്നെ, ഭയങ്കരം, സമ്മതിക്കണം. താനിവിടെ വന്നിട്ട് ഇത്ര നേരമല്ലേ ആയുള്ളൂ, അതിനു മുമ്പ് ഇവിടെ മുഴുവൻ അതിരിക്കുന്നു. ഇതെങ്ങനെ അറിഞ്ഞു എന്നാ എനിക്ക് മനസ്സിലാകാത്തത്. എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്കറിയാം. ഞാനാരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പൊ തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു വലിയ സ്കൂളുണ്ട് ഇവിടെ, അവിടുന്ന് വിളിച്ചിരിക്കുന്നു. അവിടെ ഏതാണ്ട് ആനവേഴ്സറിയെന്നോ മാങ്ങാത്തൊലിയെന്നോ തന്നെ ഒരു 10 മിനിറ്റ് വരെ അവർക്കൊന്ന് കിട്ടണമെന്ന് ഭയങ്കര നിർബന്ധം. അല്ല, ഒന്നും പറഞ്ഞില്ല. എന്ത്? അല്ല, അവരോട് എന്ത് പറയണമെന്നുള്ളതേ, സ്കൂളുകാരോടെ. ഞാൻ പറയണോ? തനിക്കറിഞ്ഞൂടെ? ഫോൺ ചെയ്തപ്പോ തന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ നാട് മുഴുവൻ ചണ്ടകുട്ടി അറിയിക്കരുത്. ഞാൻ പറഞ്ഞിട്ടില്ലെന്നേ. കേക്കേ, നുണ പറയരുത്. തനിക്ക് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? എന്താ ഒന്നും മിണ്ടാത്തെ? ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരണതും താൻ പരങ്ങണതും ചൂടുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. എന്താ അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലാന്നാ വിചാരിച്ചേ? അതല്ല, പറ്റിപ്പോയി. എന്ത് പറ്റിപ്പോയി? ഞാൻ വാക്ക് കൊടുത്തുപോയി. ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിച്ചിട്ടെന്ന്? സിനിമാ നടിയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി കൈക്ക് കയറി പിടിച്ചിട്ട് സാറിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ താനായാലും വീണു പോവില്ലേടോ. ഞാനൊരു വിഡോവറല്ലേ, ഒന്ന് അലിഞ്ഞുപോയി. അതെ, താൻ കൂടുതലൊന്നും ആലോചിക്കണ്ട, നമുക്ക് തല കാണിച്ചിട്ടേക്ക് പോരാ. താൻ തന്നെ പോയി തല കാണിച്ചാ മതി, എന്നെ കിട്ടില്ല. എന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിട്ടെങ്കിലും താൻ അവിടം വരെ ഒന്ന് പോണം. പോകാം. നാളെ രാവിലെ എനിക്കൊരു ടാക്സി വിളിച്ചു തന്നാ മതി, ഞാൻ പോയേക്കാം. എങ്ങട്? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. ഒരിടത്തും സമാധാനം തരില്ല എന്ന് പറഞ്ഞാൽ എന്നെ വിഷമിപ്പിക്കരുത് പ്ലീസ്. എനിക്കൊന്ന് കിടക്കണം, ക്ഷീണുണ്ട്. അല്ല, ഈ ഗുഡ് നൈറ്റ്.